അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു ചപ്പാത്തിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചപ്പാത്തി, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ചപ്പാത്തി. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഈ ചപ്പാത്തിയുടെ കൂടെ കറിയൊന്നും കൂട്ടണമെന്നില്ല, അല്ലാതെ തന്നെ തനിയെ കഴിക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ്. മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളക്, അരയ്ക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ശേഷം ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് ആട്ടപ്പൊടി ഇതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഈ ചപ്പാത്തിയിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി അതൊന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അയമോദകം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം ഇതിലേക്കായിട്ട് നേരത്തെ അരച്ച് മാറ്റി വെച്ച ബീട്രൂട്ട് മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. വീണ്ടും പകുതി ചേർത്ത് കൊടുക്കുക, യോജിപ്പിച്ചെടുക്കുക. ഈ വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ അല്പം കൂടിയും വെള്ളം മിക്സിയുടെ ജാറിൽ ചുറ്റിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സാധാരണ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആയി മാറ്റണം കേട്ടോ. ഇനി ഇതിനെ 1/2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് എണ്ണ ഇറ്റിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അത് മാവിൻ്റെ എല്ലാ വശത്തേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ശേഷം ഇതിനെ മാറ്റി വെക്കുക. ഈ പറഞ്ഞ 1/2 മണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടെ കുഴച്ച് ഒരു ബോൾസാക്കി മാറ്റാം. ഓരോ ബോൾസാക്കി മാറ്റുക. ശേഷം ഇതിനെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെയാണ്, ആട്ടപ്പൊടി ചേർത്താണ് ഞാനിവിടെ പരത്തി കൊടുക്കുന്നത്. ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി കൃത്യമായ വട്ടം വേണം എന്നുള്ളവർക്ക് ഒരു പാത്രം വെച്ചിട്ട് കറക്റ്റായിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ. ഇനി ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ചപ്പാത്തി കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്തില്ലേ, ആ കൂട്ടത്തിൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചപ്പാത്തിക്ക് കുറച്ചും കൂടി ഒരു എരിവുണ്ടാവും. ഇത് തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചെറിയ ജീരകം പൊടിച്ചതും അയമോദകം ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിന് വേറൊരു ഫ്ലേവറാണ് കേട്ടോ. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് അല്പം നെയ്യും കൂടെ ഒറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റായി. കറി ഒഴിച്ചും കഴിക്കാം. അതല്ല എങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരവിട്ടതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് വല്ലാതെ ഇഷ്ടപ്പെടും കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഈ വെറൈറ്റി ചപ്പാത്തി, ബീട്രൂട്ട് ചപ്പാത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.